CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പൊട്ടിത്തെറിച്ച് മുൻമന്ത്രി വീണ ജോർജ്. എന്റെ കർത്താവേ, ആളപായമില്ല എന്നാണ് റിപ്പോർട്ട്. പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുണ്ടായിട്ടും പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ CPM-ൽ രൂക്ഷ വിമർശനം ഉയരുകയാണ്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. ജനങ്ങൾക്ക് ദഹിക്കാത്ത ശൈലിയാണ് പിണറായി വിജയനും MV ഗോവിന്ദനും എന്ന് കണ്ണൂരിലും വിമർശനം ഉയർന്നു. നീ ഒറ്റ കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിച്ചത് പെരുമാറ്റമെന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. പ്രവർത്തകർ വിളിച്ചാൽ പോലും വീണ ജോർജ് ഫോൺ എടുക്കില്ലെന്നും അനാവശ്യ വിവാദങ്ങളിൽ സ്വയം തലവെച്ചെന്നും അംഗങ്ങൾ വിമർശിച്ചു. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. മത്സരിക്കാൻ താല്പര്യമില്ലെന്നറിയിച്ചിട്ടും ജില്ലാ നേതൃത്വം നിർബന്ധിച്ച് മത്സരരംഗത്ത് ഇറക്കുകയായിരുന്നുവെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻമന്ത്രി വീണ ജോർജ് തുറന്നടിച്ചു. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ, വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും അനാവശ്യമായി തന്നെ പഴിവെക്കുന്നു നടക്കമുള്ള കുറ്റപ്പെടുത്തൽ അത് വീണ ജോർജ് നാടകീയമായി തന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരും. ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് നേതാക്കളുടെ ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്നാണ് വിമർശനം. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവാടാ ചെയ്തേ? അത് ഇതുവരെ മോങ്കുട്ടന് മനസ്സിലായില്ല. വീട്ടിൽ പോയി ചോദിക്കുക, ഡാഷ് മോനെ തുടങ്ങിയ പ്രയോഗങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കി. ഞാൻ കുറച്ച് ഓവറായില്ലേ? പിണറായി നയിച്ചതാണ് കനത്ത തോൽവിക്ക് കാരണം. MV ഗോവിന്ദന്റെ ഭാര്യയെ വീണ്ടും മത്സരിപ്പിച്ചത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയെന്നും വിമർശനമുയർന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. പാർട്ടി സ്വയം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പാണ് കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത്. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയെന്നെ. ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യാത്ത ദേവകി.